നമസ്കാരം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അക്കാലത്ത് നമ്മുടെ സിനിമാ ലോകത്തും പത്രലോകത്തും ഒക്കെ ഉണ്ടായ അനവധി സംഭവങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ പലതും അതിശയകരം കൂടിയാണ്. ഇതൊരു പാട്ടിന്റെ കഥയാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത തെമ്മാടി വേലപ്പൻ എന്ന സിനിമയിൽ അഹങ്കാരിയായ ജയഭാരതിയെ പരിഹസിച്ച് പ്രേം നസീർ പാടുന്ന ഒരു പാട്ടുണ്ട്. തൃശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികളെല്ലാം അടിയന്തരാവസ്ഥ വിരുദ്ധമാണെന്ന് അന്നത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ വ്യാഖ്യാനിച്ചെടുത്തു. എന്റെ കാലം എന്റെ ലോകം എന്ന ആത്മകഥയിൽ എക്കാലത്തും അടിയന്തരാവസ്ഥ വിരുദ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രസകരമായ ഈ സംഭവം ഓർത്തെടുക്കുന്നുണ്ട്. തൃശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി, തൃശൂലമില്ലാത്ത ഭദ്രകാളി, ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി, മൂളിയലങ്കാരിയുടെ വക്രബുദ്ധി, പെണ്ണൊരുമ്പെട്ടാൽ പെണ്ണോളം, മുടിയിൽ കൊടുകുത്തി വാഴും അധർമ്മത്തിൻ മുഖപടങ്ങൾ ഞാൻ അഴിച്ചുമാറ്റും തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഇന്ദിരാഗാന്ധിക്കെതിരായ കീർത്തനങ്ങളായി ഈ സംഘം പറഞ്ഞു പരത്തി. അതൊന്നും പാട്ടെഴുതിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ പാട്ടിന്റെ ഇന്ദിരാവിരുദ്ധ വ്യാഖ്യാനങ്ങൾ നാട്ടിലെങ്ങും പാട്ടായപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തന്റെ അടുത്ത പടമായ സംഗമത്തിൽ ഇങ്ങനെയും ഒരു പാട്ടെഴുതി. ഇതളിട്ടു വിടർന്ന നിൻ തിരുമുറ്റത്ത് 20 ദളമുള്ള പുഷ്പം എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഗാനം. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ 20 ദിന പരിപാടിയുടെ പ്രകീർത്തനമായിരുന്നു അത്. പാട്ടിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർമ്മാതാവായ PV ഗംഗാധരൻ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുത്തതായും സെബാസ്റ്റ്യൻ പോൾ സാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ എന്ന ഗാനമുണ്ടാക്കിയ കണ്ണീർ മഴ ഇന്നും തോർന്നിട്ടില്ലല്ലോ. ആ ഗാനം ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാടിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ രാജന് കക്കയം ക്യാമ്പിൽ ജീവിതം ഹോമിക്കേണ്ടി വന്നു. രാജന്റെ മൃതദേഹം പോലും പിന്നീടാരും കണ്ടിട്ടില്ല എന്നത് ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ ദുഃഖമാണല്ലോ.